വരുന്നില്ല. ഇത് രണ്ടും മെയിൽ ലാബിന്റെയും കൂടി. നമസ്കാരം, സൊഫൈൻ കനൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കൂടിന്റെ പാച്ച് വർക്കുകൾ കാര്യങ്ങൾ. ഇനിയിപ്പോൾ അടുത്തത് പെയിന്റിംഗ് ആണ് കേട്ടോ. അപ്പൊ അതിനു മുമ്പ് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയാണ്ട് കുറെ ആൾക്കാർക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടായിട്ട് കുറെ ആൾക്കാർ വിളിച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. പിന്നെ നമ്മുടെ ഹസ്കി സൂപ്പർ പപ്പീസ് ഒക്കെ ഉണ്ട്, അടിപൊളി പപ്പീസ്. അപ്പൊ ഹസ്കി തരംഗമായിട്ടിരിക്കുന്ന സമയം ഉണ്ട്. അപ്പൊ അടിപൊളി ഹസ്കികളൊക്കെ നമ്മളവിടെ കേട്ടോ. കേരളത്തിലത്തെ നമ്പർ 1 ഹസ്കികളൊക്കെ ഇവിടെയൊന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്നുണ്ടാ. അപ്പൊ ഹസ്കി പപ്പികളുടെ ബഹളാണ്. അപ്പോ വീഡിയോ തുടർന്ന് കാണാം. പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ പപ്പീസിനെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അതാണ് കാണിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ പപ്പീസിന്റെ അടുത്തേക്ക് പോവാം. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം. പിന്നെ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ഷോപ്പിലത്തെ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ നമ്മളെ പറ്റി സൊഫൈൻ കനൽസിനെ പറ്റിയിട്ട് അറിയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്ഥാപനത്തിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ സൊഫൈൻ കനൽസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഷോപ്പ്, നമ്മുടെ ഫാം എല്ലാം ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മുടെ റിവ്യൂ കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗോൾഡൻ ഫീമെയിൽ ജാക്കിന്റെ പപ്പി കേട്ടോ. എവിടെ സ്ഥലം ചേട്ടാ? എവിടെ സ്ഥലം? കല്ലേറ്റിങ്ങര അല്ലെ? എന്താ പേര്? ജിനോയ്. ജിനോ. എന്താ ജിനെ? ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ, ബാംഗ്ലൂർ വർക്ക് ചെയ്യണം. ബാംഗ്ലൂർ അല്ലേ? അപ്പൊ വീട്ടിലേക്ക് ബാംഗ്ലൂർ കൊണ്ടുപോകാനല്ലോ? അല്ല, മകന് ഇവിടെ ഉണ്ട്. അവന് ഭയങ്കര പ്രിയ. മകൻ എത്രയല്ല? കടിയും. അത് കുഴപ്പമില്ല, കടിച്ചോടാ, അതൊന്നും കുഴപ്പമില്ല. അവനൊന്ന ചെറുതാ. അതെ അല്ലെ? അപ്പൊ അവന് കൂട്ടുകാരനാണ്. ശരി, അപ്പൊ ഓക്കെ. മോന്റെ പേര് ആദിസൂര്യ അല്ലേ? ശരി, അപ്പൊ വീട്ടിലൊക്കെ എല്ലാവരും എടുത്തു. ശരി, ഓക്കെ. നമ്മുടെ ഗോൾഡൻ റിട്രീവർ മെയിൽ പപ്പിനെ കൊണ്ടുപോകണം കേട്ടോ. ജാക്കിന്റെ സർട്ടിഫിക്കറ്റോട് കൂടിയിട്ടുള്ള പപ്പിനാണ് കൊണ്ടുപോകണം. എവിടെ സ്ഥലം ചേട്ടാ? സ്ഥലം കുറ്റിക്കാട്, ചാലക്കുടി കുറ്റിക്കാട് അല്ലേ? പേര് ടോണി. മോളി. അടിപൊളി കോമ്പിനേഷൻ വരും. കുട്ടികളുടെ പേര് മെലീസ, മൗറീൻ. അടിപൊളി പേരുകളാട്ടെ. ഒരാളും കൂടി പേരൊക്കെ ആളെന്ന് തീരുമാനിച്ചല്ലേ? എന്താ ജീനെ? സഹൃദയില് ബികോം +1. എവിടെയാ? കുറ്റിക്കാട് തന്നെ അല്ലേ? ചേട്ടൻ പ്ലാന്റർ റബ്ബർ പരിപാടികളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പൊ ശരി, അപ്പൊ ഓക്കെ, താങ്ക് യു. ശരി, പേര് തീരുമാനിച്ചേ പട്ടിക്കുട്ടിക്ക്? എന്തിനാ? റിക്കിയിലെ? റിക്കിട്ടാ. അതെ, നമ്മുടെ ചാലക്കുടി കുറ്റിക്കാട് റിക്കീന് അവിടെ ഉണ്ടാവും. ഒരു ബീഗിളുടെ പപ്പി പോവാണ് കേട്ടോ. മെയിൽ പപ്പി. ഇത് പേര് ഷിജോ. കുരിയച്ചറ വീടില്ല, തൃശ്ശൂർ തന്നെ. മോൾക്ക് ഗിഫ്റ്റ് ബർത്ത്ഡേ. മോളുടെ പേര് അമ്മയ്യ. എത്രയല്ല പഠിക്കണേ? 7ാം ക്ലാസ്സിൽ അല്ലേ? അപ്പൊ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞോളൂ. ഇത് ഫ്രണ്ട്സ്. പേര് ഒക്കെ എല്ലാവരും കുരിയച്ചറിഞ്ഞ നമ്മുടെ കടയുടെ അടുത്ത് 1 കിലോമീറ്റർ. ബാക്കി ഇതേ പപ്പീസ് ഇവിടെ കിടക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഉറക്കാണ്. നമ്മുടെ ഹസ്കി മെയിൽ പപ്പീനെ കൊണ്ടുപോകുന്നു കേട്ടാ. എവിടെ സ്ഥലം ചേട്ടാ? എടപ്പാൾക്കാണ് പോണ. പേര് ചേട്ടന്റെ? അജിത്ത് അല്ലേ? എന്ത് ജീനെ? ഞാൻ ആധാർ എഴുത്ത്. ഇത് മോള്. 3 കുട്ടികള്. അത് അമ്മ, വൈഫ്. ചേച്ചിയുടെ പേര് മഞ്ജു. എന്ത് ജീനെ? ഹൗസ് വൈഫ്. അമ്മയുടെ പേര് കൗസല്യാദേവി. മോളുടെ പേരാ? ശിവനന്ദിനി. എത്രയില് പഠിക്കുന്നു? 6ല്. ഏത് സ്കൂളില്? മോഡേൺ ഹയർ. ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പോയി പറഞ്ഞോ കേട്ടോ, ഹസ്കിനെ മേടിച്ചിട്ടുള്ളത്. മോളുടെ പേര് ശിവപാർവതി. സെയിം സ്കൂളാ? ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞു. നീ എത്രയല്ല പഠിക്കുന്നേ? UKG അല്ലേ? അടിപൊളിയായിട്ട് നോക്കില്ലേ? നമ്മുടെ പട്ടിക്കുട്ടിയുടെ പേര് ഓർമ്മയില്ല നിനക്ക്? സണ്ണി. സണ്ണിക്കുട്ടാന്ന് വിളിക്കാലോ അല്ലെ? നിന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞാ മേടിക്കാൻ പോയിരുന്നു പറഞ്ഞ ഫ്രണ്ട്സിന്റെ അടുത്ത്? ഏത് സ്കൂളിലാന്ന് പറഞ്ഞ? പേര് പറഞ്ഞില്ലേ നിന്റെ? റയൻ.
റയാൻസ. റയാൻഷ്. ഓ ഭയങ്കര പേരാണല്ലോ. അപ്പൊ ഓക്കെ, അപ്പൊ എല്ലാവരുടെ അടുത്തും ബൈ. അവന് കൊടുത്തോ. അടിപൊളിയായിട്ട് നോക്കിയോളോട്ടാ. അപ്പൊ സണ്ണിക്കുട്ടൻ പോവാണ്. നമ്മുടെ ഹസ്കി മെയിൽ പപ്പീനെ കൊണ്ടുപോകണം കേട്ടാ. കണ്ണ് തുറക്കണേറ്റ് മുമ്പ് ബുക്ക് ചെയ്തിട്ടുള്ളതാണ് അവര്. അപ്പോൾ അവർ ഇത്തിരി ദൂരത്താണ്. അപ്പോൾ അങ്കമാലിയിൽ കൊണ്ട് ഡെലിവറി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് അവരുടെ വണ്ടിയിട്ടാ ഒരു പെട്രോൾ പമ്പിൻ്റെ അവിടെ നിർത്താനാണ് പറഞ്ഞത്. നല്ല ഉറക്കമായിരുന്നു ആണ്. നിങ്ങളുടെ കറക്റ്റ് സ്ഥലം എവിടെയാ? അരൂര് അല്ലേ? അരൂര്. അരൂരിക്കാണ് പോണ കേട്ടോ നമ്മുടെ പപ്പി. ചേട്ടന്റെ പേര് ബാലമുരളി. ആളെവിടെയാ ശരിക്ക്? സൗദിയിലല്ലേ? അപ്പൊ ആളാ വീഡിയോ കണ്ടത് തോന്നുന്നുണ്ടല്ലേ നമ്മുടെ? വീട്ടിലും വന്ന് കണ്ടൂല. ഓക്കെ, ബുക്ക് ചെയ്തിട്ട് പോയതാണ്. നമ്മളിപ്പോ നേരെ ഇനി നമ്മുടെ ബ്രീഡിംഗ് സെക്ഷനിൽ പപ്പീസിനെയും മദേഴ്സിനെയും കാണാം. മുകളിലാണ് കേട്ടോ, അങ്ങോട്ട് പോവാം. അപ്പൊ നമ്മുടെ ബ്രീഡിംഗ് സെക്ഷനിൽ വന്നിട്ട് അവിടെ ഡോബർമാൻ പ്രസവിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് ലാബ്, ഇത് ഹസ്കി. ഇപ്പുറത്തെ ഇറ്റലിയൊക്കെ ചൈനയിലാണ്. ബീഗിള്, ഇത് കാലിയായിട്ട് കിടക്കണം. ഇതൊക്കെ കാലിയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഇടയ്ക്കിടയ്ക്ക് മദറിനെ ഈ കൂട്ടിലേക്ക് ഇടും, ബീഗിളിനൊക്കെ അങ്ങോട്ട് മാറ്റിയിടും. ഇവരൊക്കെ ഇതിൽ കൂട്ടി ഇടാൻ, മൂത്രം ഒഴിക്കാൻ, അപ്പിടാനൊക്കെ ഇതിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് കുട്ടികളെ കാണാം. ഫസ്റ്റ് ലാബിന്റെ കുട്ടികളെ കാണാം. നമുക്ക് ആദ്യം തന്നെ അമ്മേനെ അങ്ങോട്ട് മാറ്റാം. വാ. വില്ലപ്പോ, വില്ലപ്പനാ വില്ലത്തിയാണോ? വില്ലപ്പൻ കണ്ട. മൂന്നാണ്, 3 പെണ്ണ് കേട്ടാ. 3 ഒരു ലാബിന് അഡ്വാൻസ് തന്നു. ഈ ബാക്കി ബുക്കിംഗ് തുടങ്ങിയിട്ട്. അപ്പൊ മെയിൽ പപ്പി വേണ്ടെന്നുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വിളിച്ചോട്ടാ. അടുത്തത് ഡോബർമാൻ. ഡോബർമാൻ വലിയ സംഭവം. ആകെ വിഷമൊക്കെ ആയിട്ടിരിക്കുന്നു കേട്ടോ. അടിപൊളി ഫീമെയിൽ കേട്ടോ. നമ്മുടെ ഭയങ്കര ബ്ലഡ് ലൈനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ പപ്പീസ് കുറെ ഉണ്ടായിരുന്നു. എന്തോ മിൽക്ക് ഇൻഫെക്ഷൻ ആണോ എന്താണെന്ന് അറിയില്ല. ബാക്കിയുള്ള പപ്പീസൊക്കെ ഡെഡായി. 2 പപ്പിയുള്ളൂ. സൂപ്പർ പപ്പീസാണ് കേട്ടാ. അടുത്തത് ഹസ്കിയുടെ അടുത്തേക്ക് പോവാം. നമ്മുടെ സൂപ്പർ ഫീമെയിലാണ് കേട്ടോ. ബ്ലാക്ക് കണ്ടോ? പ്രസവം കഴിഞ്ഞ പട്ടിയാന്ന് പറയൂ. കിട്ടിക്കാച്ചി ഫീമെയിലാണ് കേട്ടോ നമ്മുടെ ബ്ലാക്ക്. എന്താണ്ടായ എന്താടി? എന്തുരാട്ടാ എനിക്ക്? എന്തുരാണ്ടാ എനിക്ക്? എന്തുട്ടാണ്ടേന്ന്? ഇപ്പൊ നമ്മുടെ ഹസ്കിയുടെ വീഡിയോസ് ഒക്കെ തരംഗമായിട്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. ഹസ്കികളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ തുറന്നു കഴിഞ്ഞാൽ ഹസ്കിയാണ് കണ്ടാ. ഇതേപോലെ ഓരോന്ന് കാണിക്കലേക്കാണ്. അപ്പൊ നമുക്ക് പാല് കൊടുക്കാടി. ബ്ലാക്കി കടന്നു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രൗണും ഉണ്ട്, ബ്ലാക്കും ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റും ബ്രൗൺ ആൻഡ് വൈറ്റും. നമ്മുടെ ടോം മാക്സ് ഇൻറ്റു ബ്ലാക്ക് ഇട്ടാ ഭയങ്കര സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ.
രണ്ടാണ് കേട്ടോ, രണ്ടാണ് 3 പെണ്ണ്. അതില് ബ്രൗൺ ഒരു മെയില്, ബ്ലാക്ക് ഒരു മെയില്. ഇതിപ്പോ ഞാൻ കാണിച്ചു തരാം. ഇതാണ് മെയിൽ കേട്ടാ, ഇത് ഫീമെയില് ബ്രൗൺ കേട്ടാ. ഇത് ഫീമെയില്, ഇത് ഫീമെയില്, ഇത് മെയില, ഇത് ഫീമെയില്. ഫീമെയില് നീ ബീഗലിന്റെ അടുത്തേക്ക് എത്തി നമ്മള്. മദർ സൂപ്പർ മദർ ആട്ടമ്മടാ. കറക്കടി കറക്കടി. രണ്ട് മെയില് ഒരു ഫീമെയിൽ ഇട്ടാ, അല്ല 2-3 ഫീമെയിൽ ഇട്ടാ, 2 മെയിലുള്ള. ലാബിന്റെയും കൂടി ഇത് നമ്മുടെ ടുട്ടുവിന്റെ മോള് കേട്ടാ. ടുട്ടുവിന്റെ മോളെ ഡുർണി ബ്രീഡ് ചെയ്തിട്ടുള്ള കേട്ടാ. ഡുർണിക്ക് ഡയറക്റ്റ് ഇമ്പോർട്ടന്റ് കിട്ടുന്ന കേട്ടാ. നല്ല ക്യൂട്ട് ഫേസ് ആട്ടോ. ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ബ്രീഡിങ്. പിന്നെ പുറത്തത്തെ 1-2 ബ്രീഡിങ് ഉണ്ട്, അതും നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ. പുറത്ത് ബ്രീഡ് ചെയ്ത് നമ്മുടെ ഇവിടെ വന്ന് ബ്രീഡ് ചെയ്ത് പോയവരുണ്ട്. ഇത് നമ്മുടെ ടോം മാക്സിന്റെ മോൻ. ഇത് റാംബോ സൺ. ഇത് റാംബോ സൺ. ഇത് ടുട്ടു. ഈ ടുട്ടുവിന്റെ കുട്ടികളാണ് കേട്ടോ നമ്മൾ വീഡിയോയിൽ ഇപ്പൊ മുകളിൽ കണ്ടത്. നമ്മള് ടുട്ടുവിന്റെ മോളാണ് പ്രസവിച്ച് കിടക്കുന്നത്. ടുട്ടു ഇൻഡു ഡുർണി സുഖമായിട്ട് കിടന്നു. ലൈറ്റ് അടിക്കുന്നു, ഭയങ്കര ലൈറ്റ്. നമ്മളെ ലൈറ്റ് ഒന്നും കട്ട് ചെയ്യാത്ത നമ്മളിവിടെ ഒറിജിനൽ വീഡിയോ ചെയ്യാനുണ്ട് കേട്ടോ. ലൈറ്ററാ എന്നാ ആൾക്കാർ കാണാൻ നിൽക്കുമ്പോ. ഇതാണ് ഡുർണി നമ്മുടെ ഡയറക്റ്റും ബോട്ടിന്റെ കേട്ടോ. ശരി ഒരു ബോർഡിങ് കേട്ടോ. നമ്മുടെ ക്ലിയ കട്ടപ്പ കുറയ്ക്കുന്നു. ഇവനാണ് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും പ്രായമുള്ള ഇവനാണ് കേട്ടോ. ഹസ്കി 14 വയസ്സാണ്, 14.5 വയസ്സ്. ബുൾ മാസ്റ്റിഫ് ഫീമെയില്, കോട്ട്, നമ്മുടെ അക്കിറ്റ. ഇത് നമ്മുടെ ഗോൾഡൻ മെയില് ബ്രീഡിങ് തുടങ്ങിയിട്ടുണ്ട്. അവൻ മെയ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ റാണക്കുട്ടൻ, അവന്റെ കാലിന് ചെറിയ പരിക്കൊക്കെ ആയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു കേട്ടാ. നമ്മുടെ വൈറ്റ് ഹസ്കി ഫീമെയില് ഇപ്പോ നമ്മള് ടോം മാക്സിൽ മെയ്റ്റ് ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്നു. ഇത് നമ്മുടെ ജാക്കുവന്റെ കുട്ടികളാണ് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച കൊടുത്തു. ഇത് നമ്മുടെ അമേരിക്കൻ പുള്ളി മെയില്. ഇവരൊക്കെ ബ്രീഡ് ചെയ്തിട്ടേക്കാട്ടോ. ബ്രീഡ് ചെയ്തിട്ടുള്ള കാരണം കൊണ്ടാണ് ചെറിയ കൂട്ടിൽ കിട്ടാണത് കേട്ടോ. പിന്നെ ഇവിടെ വേണ്ട കൂടുകളൊക്കെ പാച്ചിങ് കഴിഞ്ഞ് ഇനി പെയിന്റിങ് ഉണ്ട്. ഇത് നമ്മുടെ അധീരൻ. ഇത് നമ്മുടെ റോട്ട് ബോർഡിങ് ആട്ടാ. ഈ ഗോൾഡൻ ബോർഡിങ്ങാ. കിട്ടു സുഖമായിട്ട് കിടന്നുറങ്ങാട്ടാ. കിട്ടു ഇത്ര നേരം റൗണ്ട് അടിക്കായിരുന്നു, അത് കാരണം കൊണ്ടാണ് അവൻ കിടക്കണേ. ഇത് സോണിയ. ഇത് നമ്മുടെ ഡ്യൂഡ്. ഇത് ഗുണ്ടപ്പ. വില്ലപ്പ ഇവന്റെ കുട്ടികളുണ്ടായിട്ടുണ്ട് കേട്ടാ. അത് നമ്മള് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോ പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല. അതിലത്തെ ഫ്ലോറൊന്നും ഇട്ടിട്ടില്ല നമ്മള്. ബീഗിളുകൾ ഇത് മെയിലൊക്കെ ആട്ടാ. ഇത് ലാബ് 6 മാസം പ്രായം ചെയ്താട്ടാ കൊടുക്കാനുള്ളതാണ്. ഇത് ബോർഡിങ് ആണ്. ഇത് ഫീമെയില് 10 മാസം ആവണു. ഇത് ഡാഷ് ബോർഡിങ്. ഇതിന് നല്ല ആൾക്കാരെ കിട്ടുകയാണെങ്കിൽ കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട് ഇതിന്റെ ഓണർ. നല്ല ഫീമെയിൽ ആട്ടാ, ഒറിജിനൽ സാധനം. ഡാഷ് ഫീമെയിൽ.
കിയ പ്രസവിച്ചിട്ടുണ്ട്. ടോം മാക്സും കിയും അതിന്റെ പപ്പീസ് ഇവിടെ ഉണ്ട്. അത് നോക്കാം നമുക്ക്. കിയാണ് കേട്ടോ നമ്മുടെ കിയയുടെ പപ്പി. ഇത് നമ്മൾ റബ്ബർ മാറ്റ് ഇട്ടാണ് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിലേ കയ്യും കാലൊക്കെ അങ്ങനെ റെഡി ആവാൻ വേണ്ടി. ടൈലാവുമ്പോഴേ അവരുടെ കയ്യും കാലൊക്കെ അങ്ങനെ വൈഡാവും. അപ്പൊ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മുടെ കിയാട്ടാ. ഇത് മെയില്, അത് ഫീമെയില്. പിന്നെ ഈ ഇതിൽ തന്നെ നമ്മൾ പുറത്ത് ബ്രീഡ് ചെയ്തിട്ട് നമ്മുടെ ടോമാക്സ് ബ്രീഡ് ചെയ്തിട്ട് ഈ കളറിൽ വേറെ മെയിൽ പപ്പീസ് ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ. ഇതും മെയിൽ തന്നെയാണ്, അത് ഫീമെയിലാണ് കേട്ടോ. 2 പപ്പി ഇപ്രാവശ്യം കീക്കുണ്ടായുള്ള കഴിഞ്ഞ പ്രാവശ്യം 5-6 ഉണ്ടായതാ, എന്താണെന്ന് അറിയില്ല. എന്താ ബ്രീഡിംഗ് ബോക്സ് ആട്ടോ ഇപ്പൊ ഉപയോഗിക്കുന്നില്ല. ടോം മാക്സ്, അവന്റെ മോൻ റാംബോ സണ്ണ്, അധീരൻ. ഇത് നമ്മുടെ അധീരാട്ടാ. അപ്പിടണു. ഒരാളവിടുന്ന് വരുന്നുട്ടോ, നോക്കിക്കണത് എന്തിനാ അവിടെ നിന്ന് നമ്മുടെ കിയാനെ അയച്ചു വിട്ടിട്ടുണ്ട്. അവിടെ കണ്ട കിയ വരണാനോണ്ടാണ് നിക്കണം 3 പേര്. ഓ എന്താ ശുഷ്കാന്തി ആൾക്കാർക്ക്, ചെക്കന്മാർക്ക്. ഡാ വില്ലപ്പന്മാരെ, ഇനി നമുക്ക് ഇവിടുന്ന് പോവാം. ഇപ്പൊ ഓരോ ഹസ്കികളുടെ ബഹളം കണ്ടില്ല നിങ്ങള്. ഇത് നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന പപ്പീസിട്ടാ. ഇതിന് ഒരു ചെവി ഇല്ലാട്ടാ, ചെവി മദർ കടിച്ചു. നമ്മൾ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലത്തെ വീഡിയോ നോക്കിയാൽ മതി. ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞ ആഴ്ചയിലത്തെ വീഡിയോന്റെ ലിങ്ക് ഉണ്ട്. ഇത് നമ്മുടെ ഫീമെയിൽ പപ്പീറ്റാ. ഇത് സൂപ്പർ പപ്പി, ഇതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് 2 സർട്ടിഫൈഡ് ആണ്. ഇത് നമ്മളൊരു ചെറിയൊരു പൈസക്ക് കൊടുക്കും കേട്ടോ. നല്ല നോക്കാൻ പറ്റിയ ഒരാളിനെങ്കിൽ, ചെവി ഇല്ലാത്ത കാരണം കൊണ്ടാണ്. അപ്പൊ ചെറിയൊരു പൈസക്ക് കൊടുക്കും. ഇതിന് നമ്മൾ 18 രൂപയാണ് പറയുന്നത് കേട്ടോ. ഗോൾഡൻ ഫീമെയിൽ പപ്പി വിത്ത് സർട്ടിഫിക്കറ്റ്, മൈക്രോചിപ്പ് എല്ലാം അടക്കട്ടാ. ഉണ്ടാ ഇതിന് വൃത്തികേടൊന്നും ഇല്ല. കണ്ട ചെവി ഒരെണ്ണം ചെറുപ്പത്തിൽ കടിച്ച കാരണം കൊണ്ട് മദർ കടിച്ച് പോയിട്ടുള്ളതാണ്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് ചെറിയൊരു പൈസക്ക് കൊടുക്കണു. ഇതിന് നമ്മൾ 18 രൂപയാണ് കേട്ടോ പറയുന്നത്. നമ്മളെല്ലാം നമ്മൾ 18-20 ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനി അടുത്ത പപ്പീസിനെ കാണാം നമുക്ക്. ഇത് ഫ്രഞ്ച് ബുൾഡോഗ് പപ്പീറ്റാ. നമ്മൾ വിത്തൗട്ട് പേപ്പറിലാണ് നമ്മൾ ഫ്രഞ്ച് ബുൾഡോഗ് കൊടുത്ത 12,000 രൂപയ്ക്ക് നമ്മൾ പപ്പീസിനെ കൊടുക്കണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ഫീമെയിൽ പപ്പീറ്റാ. കണ്ട കളറൊക്കെ കണ്ട, നമ്മുടെ മെയിലിലെ കളറ് സെയിം ആയിട്ടാ. ഇത് നമ്മുടെ ടോം മാക്സിന്റെ പപ്പീറ്റാ. ഇത് ഫീമെയിലാണ്. ഇത് 30 രൂപ, 35 രൂപയാണ്. നമ്മൾ 5000 രൂപയുടെ ഓഫർ ഇട്ടിട്ട് കഴിഞ്ഞ ആഴ്ച ഓഫർ ഉണ്ടായിരുന്നു. ഈ ആഴ്ചയിലത്തെ പപ്പീസിനൊന്നും ഓഫർ ഇട്ടിട്ടില്ല കേട്ടാ. കഴിഞ്ഞ ആഴ്ചയിലത്തെ പപ്പിയുടെ ഓഫർ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ പപ്പി 30,000 രൂപ കിട്ടും കേട്ടോ. അടിപൊളി ഫീമെയിൽ പപ്പീറ്റാ. സിംഗിൾ കളർ കണ്ട, ബ്ലാക്ക് പാച്ച് അങ്ങനെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഇത് നമുക്ക് 3 കളറിന് കേട്ടോ, ബ്ലാക്ക്, വൈറ്റ്, യെല്ലോ കേട്ടോ. അപ്പോ പപ്പീസ് ഉണ്ട്. ഇനി നമുക്ക് കിയയുടെ പപ്പീസിനെ കാണിച്ചു തരാം കേട്ടോ. കിയയുടെ പപ്പീസിനെ ഇതാണ് കേട്ടോ നമ്മുടെ സൂപ്പർ അടിപൊളി പപ്പി എന്ന് പറയില്ലേ, കിടുക്കാച്ചി പപ്പി. നമ്മുടെ കിയ ഇൻഡു ടോം മാക്സ് വെറും 40,000 രൂപ കേട്ടോ. നമുക്കിത് ശരിക്കും പറയാ ഒരു 50,000 രൂപയുടെ പപ്പീസൊക്കെയാണ് കേട്ടോ. നമ്മൾ ഇതിന് മുമ്പത്തെ ലിറ്ററിൽ 50 രൂപ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ 2 പപ്പി, അന്ന് 5 പപ്പി ഉണ്ടായിരുന്നു. ഇതിൽ ഇപ്പോൾ 2 പപ്പിയുള്ളൂ. ഇത് മെയിൽ പപ്പി, ഇത് ഫീമെയിൽ പപ്പി. ഇങ്ങനത്തെ എക്സ്ട്രാ ഓർഡിനറി പപ്പി വേണമെങ്കിൽ നമ്മുടെ തന്നെ ഉള്ളപ്പോൾ ഇവിടെ കേട്ടോ. ബ്രീഡ് ചെയ്തിട്ട് നമ്മുടെ അവിടെ നിന്ന് മദറിനെയും ഫാദറിനെയും കണ്ടിട്ട് മേടിക്കാം. അപ്പോൾ
കൊടുത്ത പൈസക്കുള്ള സാധനം കിട്ടുക. 40 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊരു 50 രൂപ മുകളിൽ വില വരുന്ന സാധനം കിട്ടുക. നമ്മള് 40 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് ഭയങ്കര പൈസ ഒന്നും വിചാരിക്കണ്ട. ഈ പപ്പിക്ക് നമ്മള് കിയക്കും ടോമാക്സിനും മുടക്കിയ പൈസയാണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് പോലും മുട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട പാച്ച ഒന്നും ഇല്ലാത്ത അടിപൊളി പപ്പി. ഇത് ഡാർക്ക് കളർ കേട്ടാ, നോക്കിയ ഡാർക്ക് കളർ കണ്ട സൂപ്പർ പപ്പീസ് കേട്ടാ. അപ്പൊ ഈ പപ്പീസിനെ വേണ്ട ആൾക്കാരൊക്കെ വേഗം ബുക്കിംഗ് ആണ് കേട്ടോ. ഇത് 2 ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് വേഗം ബുക്കിംഗ്. ഇത് മെയില്, ഇത് ഫീമെയില്. അടിപൊളി പപ്പീസ് വേണമെന്ന് ആഗ്രഹമുള്ളവർ ഇത് ധൈര്യമായിട്ട് മേടിക്കാട്ടാ. അപ്പൊ ഇനി ബാക്കി തുടർന്ന് വീഡിയോ കാണാം. ഇനി നമ്മുടെ ബുൾമാസ്റ്റിഫ് പുറത്ത് കിടക്കുന്നുണ്ട്. ടോമാക്സിന്റെ ഹസ്കി പപ്പീസ് ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോവാ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഷോപ്പിലത്തെ വിശേഷങ്ങളിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ നേരെ വന്നോളൂ. കണ്ട നമ്മുടെ ടോമാക്സിന്റെ പപ്പിയാണ് കേട്ടാ. ടോമാക്സിന്റെ പപ്പി. ഇത് രണ്ടും മെയിൽ പപ്പികളാണ് കേട്ടാ. ഇത് ഫീമെയിൽ പപ്പിട്ടാ. ഫീമെയിലിന്റെ ചെവി പൊന്തണല്ലോ പൊന്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കിതിപ്പോൾ ഒരു 45 ദിവസം ആയിട്ടാ. നാളെ നമ്മൾ വാക്സിൻ ചെയ്യും. വാക്സിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 ദിവസം കഴിഞ്ഞാൽ കൊടുക്കാം. എല്ലാ പപ്പീസും ബ്രൗൺ കളറാണ് കേട്ടോ. ഇതിലൊരു ബ്ലാക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ബ്ലാക്കിനെ വേറൊരാൾക്ക് കൊടുത്തു. നമ്മളത് വീഡിയോ എടുത്തിട്ടില്ല. എന്താ കാരണം വെച്ചാൽ അയാൾ ചെറിയൊരു ഇങ്ങനെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തൊരു സെലിബ്രിറ്റി പോലത്തെ ആളായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ എടുത്തില്ല. ഇത് മെയിൽ പപ്പി, ഇത് മെയിൽ പപ്പി, ഇത് ഫീമെയിൽ. എല്ലാം ബ്ലൂ ഐസ് ആണ് കേട്ടോ. അതെ ബ്ലൂ കണ്ടാ. നമ്മുടെ അവിടുത്തെ ബീഗിളിന്റെ കുട്ടിട്ടാ. ഇത് ബീഗിൾ മദർ. ഇത് നമ്മുടെ അടുത്തല്ല, നമ്മുടെ അവിടെ ബ്രീഡ് ചെയ്തിട്ടുള്ളത്. നീല എന്നാണ് പേരിട്ടാ. ഫീമെയിലിന്റെ പേര് നീല. ഈ ലിറ്ററിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടാ. ഫുൾ മെയിൽ കുട്ടികളാ. 5 മെയിലും ഒരു ഫീമെയിലും. ഫീമെയിലിനെ നമുക്ക് ആദ്യം സെലക്ട് ചെയ്ത് നോക്കാം. എന്താ കിടക്കണ നീല കിടക്കണോക്കിയ ഗുഡ് ഗേളായിട്ട്. ഇതാണ് ഫീമെയിൽ കേട്ടാ. ഫീമെയില് നല്ല പാല് കുട്ടിയാണ്. അതെ അടിപൊളി കുട്ടിയാണ് കേട്ടാ. ഫീമെയില് ഇത് ഒരെണ്ണുള്ളൂ. എന്താ ബാക്കിയൊക്കെ മെയിലാ. നമ്മുടെ വളർക്കാവ് കടയുടെ അടുത്ത് ഒരു വീട്ടിലാണ്. നല്ല ബ്ലഡ് ലൈനൊക്കെ സർട്ടിഫൈഡ് മൈക്രോ ചിപ്പ് എല്ലാം ഉള്ള പപ്പീസാണ് കേട്ടാ. തൃശ്ശൂര് വളർക്കാവിലുള്ള നമ്മുടെ കടയിലെത്തിയിട്ടാ. ബുൾമാസ്റ്റിഫിന്റെ പിടിക്കാൻ പോയപ്പോ അവിടെ ആളുണ്ടായില്ല. അതുകൊണ്ട് പിടിച്ചില്ല. ബുൾമാസ്റ്റിഫിന്റെ സർട്ടിഫിക്കറ്റിന്റെ ഇതും കഴിഞ്ഞിട്ടില്ല. ആ കടയിലെത്തി. കടയിൽ കുറെ സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷാംപൂസ് എല്ലാ സാധനങ്ങളുണ്ട്. റോയൽ കാന്റെ ഫുഡുകൾ. റോയൽ കാൻ എല്ലാത്തിനും ഓഫർ ഉണ്ട് കേട്ടാ. എല്ലാ ഫുഡിനും ഓഫറില്ലേ. അവിടെ വന്നു കഴിഞ്ഞാൽ അക്ഷയന കണ്ടാ മതി. സീറോ ഗ്രെയിൻ, സീറോ ഒരുവിധം ഫുഡുകളൊക്കെ ഉണ്ട്. എണ്ണണ്ടി കാറ്റ് ലിറ്ററുകളൊക്കെ ഉണ്ട് കേട്ടാ. പർപ്പിൾ ടൈല്, റൂൾസിന്റെ ഫോക്കസ്, പിന്നെ കാർണിവല്, പിന്നെ പൂച്ചയുടെ വലിയ ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ. 20 കിലോ ഒക്കെ ഉണ്ട്. പൂച്ചയുടെയൊക്കെ നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് തരും. പിന്നെ വലിയ കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വലിയ കൂടുകള്, ഫ്ലോർ മാറ്റുകള്, ബെഡ്, പിന്നെ വലിയ പാക്കറ്റ് ഫുഡുകളൊക്കെ ഉണ്ട്. ചെറിയ ട്രാവൽ കേജ്, പിന്നെ ടോയ്സ്. 100 രൂപയുടെ ഓഫർ ടോയ്സ് ഇപ്പോഴും നമ്മളുണ്ട് കേട്ടോ. ഈ കയർ ടൈപ്പുള്ള ഇതിനൊക്കെ 100 രൂപയുള്ളൂ. ഇതിനൊക്കെ 100 രൂപയുള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ വില വ്യത്യാസം ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് സാധനങ്ങൾ. ഗാനം തിയേറ്റർ ഉണ്ട് തൊട്ടടുത്തിട്ടാ. കോൺഫിഡന്റിന്റെ ഉണ്ട്. എന്റെ ഓപ്പോസിറ്റ് ആണ് കോൺഫിഡന്റിന്റെ ഫ്ലാറ്റ് ആണ്. എന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മള്.
അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് ടൈമാണ് കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത ആഴ്ച പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.